വായുവിനെ കീറിമുറിക്കുന്ന വേഗത. 20 വർഷം കൊണ്ട് ഒരാൾ പഠിച്ച കഠിനമായ വിദ്യകൾ വെറും ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ആവേശത്തിൽ അവൻ വായുവിൽ കറങ്ങി തറയിലേക്ക് ലാൻഡ് ചെയ്തു. പക്ഷെ താഴേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി. തറയിലെ മരപ്പലകയിൽ അവന്റെ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഇത് ഗാർഡ് ജാങ് കണ്ടാൽ കളി മാറും. നമസ്കാരം സുഹൃത്തുക്കളെ, നാനോ മഷീനിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മസിൽ സെറ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഉപയോഗിക്കേണ്ട ടെക്നിക് കൂടി വേണം. ഗാർഡ് ജാങ്ങിന്റെ കണ്ണുവെട്ടിച്ച് നായകൻ നടത്തുന്ന രഹസ്യ നീക്കങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സീൻ കട്ട് ചെയ്താൽ മസിൽ ട്രാൻസ്ഫർ കഴിഞ്ഞ് എഴുന്നേറ്റ നായകൻ തന്റെ പുതിയ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവൻ ആ ഡാഗർ കയ്യിലെടുത്തു. നാനോ അവനോട് പറഞ്ഞു, യജമാനനെ, 20 വർഷം ട്രെയിനിങ് ചെയ്ത ഒരാളുടെ മസിൽ മെമ്മറി ഇപ്പോൾ നിങ്ങളിലുണ്ട്. അവൻ ആ മുറിയുടെ നടുക്കുനിന്ന് ജാങ്ങിന്റെ മൂവ്മെന്റ്സ് അനുകരിക്കാൻ തുടങ്ങി. വായുവിൽ കറങ്ങി വെട്ടുന്നതും ചാടുന്നതും ഒക്കെ അവൻ അനായാസം ചെയ്തു. അവന് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വേറെ ലെവലാണ് എന്ന് അവൻ ആവേശത്തോടെ പറഞ്ഞു. പക്ഷെ നേരത്തെ കണ്ടപോലെ ലാൻഡ് ചെയ്തപ്പോൾ തറയിൽ വലിയ കുഴികൾ വീണു. അപ്പോഴാണ് അവന് കാര്യം പിടികിട്ടിയത്. അവൻ ടെക്നിക്ക് പഠിച്ചു, പക്ഷെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഇന്റേണൽ എനർജി ആവുന്നില്ല. അതുകൊണ്ടാണ് ബലം കൂടി തറയിൽ കുഴി വീണത്. അപ്പോഴേക്കും വാതിലിൽ മുട്ട് കേട്ടു. ഗാർഡ് ജാങ് ബ്രേക്ക്ഫാസ്റ്റുമായി വരികയാണ്. നായകൻ ആകെ പെട്ടുപോയി. അവൻ വേഗം ആ കാൽപ്പാടുകൾ ചവിട്ടി താഴ്ത്തി മറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ജാങ് അകത്തേക്ക് വന്നു. നായകൻ ഒന്നും സംഭവിക്കാത്ത പോലെ അഭിനയിച്ചു. പക്ഷെ ജാങ് കൊണ്ടുവന്ന ഭക്ഷണം കണ്ടപ്പോൾ നായകന്റെ കണ്ണ് നിറഞ്ഞുപോയി. വറുത്ത പന്നിയിറച്ചി, ചീര, മുട്ട പൊരിച്ചത് എല്ലാം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ നായകന് തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങുന്നില്ല. ഇമോഷണൽ ആയതുകൊണ്ട് അവന് ആസിഡ് റീഫ്ലക്സ് വന്നു. ഉടനെ നാനോ ഇടപെട്ടു. യജമാനനെ, ദഹനം നടക്കാൻ ഞാൻ ഉമിനീർ ഗ്രന്ഥികൾ പ്രവർത്തിപ്പിച്ചു തരട്ടെ? ദേഷ്യം വന്ന നായകൻ മനസ്സിൽ പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കുക. മനുഷ്യൻ ഇവിടെ സെന്റി അടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു സയൻസ്. അവൻ കരച്ചിൽ അടക്കിപ്പിടിച്ച് ആ ഭക്ഷണം മുഴുവൻ വാരി കഴിച്ചു. ഇനി എപ്പോഴാണ് ജാങ്ങിന്റെ കൈകൊണ്ട് ഒരൂണ് കഴിക്കാൻ പറ്റുക എന്നവൻ വേദനയോടെ ഓർത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ജാങ് ആ ചോദ്യം ചോദിച്ചു. യങ് മാസ്റ്റർ, എന്നാണു നിങ്ങൾ എന്റെ ഡാഗർ ടെക്നിക്ക് മോഷ്ടിച്ചു പഠിച്ചത്? നായകൻ ഞെട്ടിപ്പോയി. കള്ളം കൈയോടെ പിടിക്കപ്പെട്ടു. ജാങ് അവനെ വലിച്ച് ആ കാൽപ്പാടുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇത് നോക്കൂ, ഇത്രയും ആഴത്തിൽ കാൽപ്പാട് വരണമെങ്കിൽ അത് അത്രയും കൃത്യമായിരിക്കണം. അന്യന്റെ വിദ്യ മോഷ്ടിക്കുന്നത് മുറും ലോകത്ത് വലിയ തെറ്റാണ്. നായകൻ പേടിച്ചു വിറച്ചു. അവൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി ജാങ്, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ജാങ് ചിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, നന്നായിട്ടുണ്ട് യങ് മാസ്റ്റർ. നായകൻ അന്തം വിട്ടുപോയി. ജാങ് പറഞ്ഞു, ആ 6 തറവാട്ടുകാരുടെ കണ്ണുകളില്ലാത്തായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇത് നിങ്ങളെ പഠിപ്പിച്ചേനെ. എന്നിട്ട് ജാങ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ ബുക്ക് എടുത്തു കൊടുത്തു. ഇതൊരു സമ്മാനമാണ്. ആ ഡാഗർ ടെക്നിക്കിന് വേണ്ടിയുള്ള ഇന്റേണൽ എനർജി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രഹസ്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് കേട്ടപ്പോൾ നായകന് സങ്കടം സഹിക്കാനായില്ല. അവൻ ജാങ്ങിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇനി മേലാൽ ഞാൻ കരയില്ല എന്ന് അവൻ ശപഥം ചെയ്തു. 5 വർഷം മുമ്പ് അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ അതേ വേദനയാണ് അവനിപ്പോൾ. സീൻ നേരെ അക്കാദമിയിലേക്ക്. വലിയൊരു ഗേറ്റിന് മുന്നിൽ 1000ഓളം വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റേജിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ചുവന്ന മുടിയുള്ള അതികായനായ ഒരാൾ. അതാണ് ലോർഡ് ഓഫ് ദ ഫ്ലെയിം, ഹവന്യോങ് ലീ. ആ കാലത്തിലെ ഏറ്റവും ശക്തരായ 5 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന 6 പേരെ കാണുന്നു. ഡെമോണിക് കാലത്തിലെ 6 പ്രധാന തറവാടുകളിലെ അവകാശികൾ, യങ് മാസ്റ്റേഴ്സ്. അവരെ നമുക്ക് പരിചയപ്പെടാം. മുയോൻ ചെയോൻ, ഷാഡോ സെക്റ്റിന്റെ അവകാശി. ഗ്യോങ് അൻ ചെയോൻ, സ്വാഡ് ക്ലാനിൽ നിന്നുള്ളവൻ. മുജിയം ചെയോൻ, സ്റ്റെൽത്ത് സെക്ട്. ഇവനാണ് നമ്മുടെ നായകനെ കൊല്ലാൻ ആളെ വിട്ട വില്ലൻ. ജോങ് സിയോം ചെയോൻ, പോയ്സൺ സെക്ട്. യുചെൻ ചെയോൻ, സേബർ സെക്ട്. വോന്യു ചെയോൻ, മ്യൂസിഷ്യൻ സെക്ട്, കൂട്ടത്തിലെ ഏക പെണരി. ഹവന്യോങ് ലീ ലിസ്റ്റ് നോക്കിയിട്ട് ചോദിക്കുന്നു, അല്ല, 7ാമൻ എവിടെ? ചെയോൻ യോ വൂങ് എവിടെ? എല്ലാവരും നായകനെ കാത്തിരിക്കുകയാണ്. അവിടെ വില്ലൻ മുഖം ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇവനെന്താ ഇതുവരെ വരാത്തത്? സുഹൃത്തുക്കളെ, ഇനി അങ്ങോട്ട് അക്കാദമിയിൽ നടക്കാൻ പോകുന്നത് പൊരിഞ്ഞ പോരാട്ടമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.